നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഉപ്പളയിൽ ATMൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 1/2 കോടി രൂപ കവർച്ച ചെയ്ത കേസ് സംഘത്തലവൻ പിടിയിൽ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ശനിയാഴ്ച. കൊച്ചി CBI പ്രത്യേക കോടതിയാണ് വിധി പറയുക. ജില്ലയിൽ മണൽ മാഫിയയുമായി ബന്ധം 7 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. ബേക്കൽ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. സബ് ജൂനിയർ സെപക് തക്രോ ദേശീയ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. രഘു ഇവന്റിലും ഡബിൾ ഇവന്റിലും കേരളത്തിന്റെ പെൺകുട്ടികൾ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ലൻസ്ഫെഡ് ബിൽഡ് എക്സ്പോയ്ക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിൽ വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിലാണ് എക്സ്പോ. ബേക്കൽ അഗ്രോ കാർണിവൽ മണ്ണറിഞ്ഞ് വിളയിറക്കാം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 1 മുതൽ 20 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മീങ്ങോത്ത് ഐറിസ് ആർട്ട് യാർഡ് കുട്ടികൾക്കായി ഏകദിന കലാശില്പശാല സംഘടിപ്പിച്ചു. കലാശില്പശാല കുട്ടികളിൽ ആവേശമുണർത്തി. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ സമാപനമായി. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഉപ്പളയിൽ ATMൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 1/2 കോടി രൂപ കവർച്ച ചെയ്ത കേസിൽ സംഘത്തലവൻ പിടിയിൽ. തമിഴ്നാട്ടിലെ തിരുട്ടുഗ്രാമത്തിൽ നിന്നും കാർവർണ്ണനെയാണ് മഞ്ചേശ്വരം പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. മഞ്ചേശ്വരം ഉപ്പളയിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ നിന്നും 1/2 കോടി രൂപ കവർച്ച ചെയ്ത സംഭവത്തിൽ കൊള്ളത്തലവൻ അറസ്റ്റിൽ. തമിഴ്നാട് തൃച്ചി രാംജി നഗർ ഹരിഭാസ്കർ കോളനിയിലെ തിരുട്ടുഗ്രാമം കാർവർണ്ണനെയാണ് കാസർഗോഡ് DYSP CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് പ്രതിയെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. കവർച്ച ആസൂത്രണം ചെയ്ത സംഘത്തലവനായ കാർവർണ്ണനും മറ്റൊരു പ്രതിയും സ്വന്തം ഗ്രാമത്തിൽ എത്തിയിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് തമിഴ്നാട്ടിൽ വേഷം മാറിയെത്തി താമസിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം കാർവർണ്ണനെ തിരിച്ചറിഞ്ഞ പോലീസ് സംഘം ഇയാളുടെ മേൽ ചാടി വീണു. പ്രതി പോലീസിനെ തള്ളിയിട്ട് രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും പോലീസ് സാഹസികമായാണ് കാർവർണ്ണനെ കീഴടക്കിയത്. പോലീസ് സംഘത്തിൽ മഞ്ചേശ്വരം SI രതീഷ് ഗോപി, SI ദിനേശ് രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അബ്ദുൽ ഷുക്കൂർ, സിവിൽ പോലീസ് ഓഫീസർ PK ഗിരീഷ് എന്നിവരും ഉണ്ടായിരുന്നു. 2024 മാർച്ച് 27-നായിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായത്. ATMൽ പണം നിറയ്ക്കുവാനെത്തിയ വാഹനത്തിൽ നിന്നും പട്ടാപ്പകൽ 1/2 കോടി രൂപ കവരുകയായിരുന്നു. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം സ്ഥലത്തെ CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് കവർച്ചക്കാരെ തിരിച്ചറിഞ്ഞത്. സംഘാംഗമായ മുത്തർകുമാരനെ മഞ്ചേശ്വരം പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ സംഘത്തലവനായ കാർവർണ്ണനും കൂട്ടുപ്രതിയും വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി കാർവർണ്ണനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അബ്ദുൽ-റഹ്മാൻ ഉത്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ശനിയാഴ്ച. കൊച്ചി CBI പ്രത്യേക കോടതിയാണ് വിധി പറയുക. പ്രതികൾക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കൊല്ലപ്പെട്ടവരുടെ കുടുംബം പ്രതികരിച്ചു. പ്രതികൾക്ക് വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ പെരിയ കല്യോട്ടെ, ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ എറണാകുളം CBI പ്രത്യേക കോടതിയാണ് വിധി പറയുക. കേസിൽ 24 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A പീതാംബരനാണ് ഒന്നാം പ്രതി. ഇയാൾ ഉൾപ്പെടെ 14 പേരെ ക്രൈംബ്രാഞ്ചും 10 പേരെ CBIയുമാണ് അറസ്റ്റ് ചെയ്തത്. 2019 ഫെബ്രുവരി 17-നാണ് കൊല നടന്നത്. ആദ്യം ലോക്കൽ പോലീസിലെ പ്രത്യേക സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണിത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ശരത് ലാലിന്റെയും കൃപേഷിന്റെയും മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതോടെ ഹൈക്കോടതി ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം റദ്ദ് ചെയ്ത് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു.
എന്നാൽ CBI അന്വേഷണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവച്ച ഡിവിഷൻ ബെഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം നിലനിർത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചു. അവിടെയും ഇരകൾക്ക് അനുകൂല വിധിയുണ്ടായതോടെ അന്വേഷണത്തിന് CBI എത്തുകയായിരുന്നു. ഡിവൈഎസ്പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള CBI സംഘമാണ് അന്വേഷണം നടത്തിയത്. ആദ്യം അറസ്റ്റിലായ 14 പേരിൽ 3 പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. ബാക്കി 11 പേർ വിയൂർ സെൻട്രൽ ജയിലിലാണ്. CBI അറസ്റ്റ് ചെയ്ത 10 പേരിൽ 5 പേർക്ക് ജാമ്യം ലഭിച്ചിരുന്നു. 2023 ഫെബ്രുവരിയിലാണ് CBI കോടതിയിൽ വിചാരണ തുടങ്ങിയത്. മുൻ KPCC വൈസ് പ്രസിഡന്റും പിന്നീട് CPM-ലേക്ക് പോവുകയും ചെയ്ത ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് CK ശ്രീധരനാണ് പ്രതികൾക്ക് വേണ്ടി വാദിച്ചത്. ന്യൂസ് ബ്യൂറോ, പെരിയ. കാസർഗോഡ് ജില്ലയിൽ മണൽ മാഫിയയുമായി ബന്ധം 7 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. ബേക്കൽ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. മണൽക്കടത്ത് സംഘത്തിന്റെ ഫോൺ പിടികൂടിയപ്പോഴാണ് പോലീസുകാരുമായുള്ള ബന്ധം പുറത്തായത്. വേലി തന്നെ വിളവ് തിന്നുക. ബേക്കൽ മേൽപ്പറമ്പ പോലീസ് സ്റ്റേഷനുകളിലാണ് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന സംഭവം. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി വിവരങ്ങൾ മണൽക്കടത്ത് സംഘത്തലവന് ചോർത്തി നൽകിയെന്നാണ് കണ്ടെത്തൽ. സംഭവത്തിൽ 7 പോലീസുകാർക്കെതിരെ ബേക്കൽ DVSP VV മനോജ് ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അച്ചടക്ക നടപടിക്ക് ശുപാർശ. 2 ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള പോലീസുകാർക്കാണ് മണൽ മാഫിയയുമായി ബന്ധമുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടാണ് സമർപ്പിച്ചതെന്നാണ് വിവരം. പോലീസ് സ്റ്റേഷനിലെ ഓരോ ദിവസത്തെയും ഡ്യൂട്ടി വിവരങ്ങളും നീക്കങ്ങളും മണൽ മാഫിയയ്ക്ക് ചോർത്തി നൽകിയെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഡ്യൂട്ടിയിൽ ആരൊക്കെയാണുള്ളതെന്ന ഔദ്യോഗിക വിവരങ്ങളാണ് ഇവർ ചോർത്തി നൽകിയത്. ചട്ടഞ്ചാൽ ബണ്ടിച്ചാൽ സ്വദേശിയായ മണൽക്കടത്ത് സംഘത്തിനാണ് വിവരങ്ങൾ കൈമാറിയത്. ചന്ദ്രഗിരി പുഴയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും തീരദേശ മേഖലകളിൽ നിന്നും രാത്രി തുടങ്ങി പുലർച്ചെ വരെയുള്ള സമയങ്ങളിൽ മണലെടുപ്പും കടത്തും നടത്തുന്ന സംഘമാണിവർ. പ്രോസിക്യൂഷന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും ഒരു വിജയമാണ് ഇന്നത്തെ വിധി. വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ ഗുണ്ടായിസത്തിനെതിരെയുള്ള ശക്തമായ ഒരു വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. മറ്റു കൂടുതലാണ് ബേക്കൽ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ലോറിയിൽ ഇവരുടെ മണൽക്കടത്ത്. മണൽക്കടത്ത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടും ഇവരുടെ ലോറി പിടികൂടാൻ സാധിക്കാറില്ല. ഇതോടെയാണ് പോലീസിൽ തന്നെ ഒറ്റുകാറുണ്ടെന്ന് സംശയം ബലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം പെട്രോളിംഗിനിടെ മണൽക്കടത്ത് സംഘത്തലവൻ പോലീസിന് മുന്നിൽ പെടുകയും ഫോൺ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതോടെയാണ് നിർണായകമായ വിവരം പോലീസിന് ലഭിച്ചത്. മണൽക്കടത്ത് സംഘങ്ങൾക്ക് അയച്ച സന്ദേശങ്ങൾ ഫോണിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചതും പ്രധാന തെളിവായി. നേരത്തെ കണ്ണൂർ ജില്ലയിലെ വളപട്ടണത്തും സമാനമായ സംഭവം ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാൽപന്ത് കളിയുടെ ഈറ്റില്ലമായി അറിയപ്പെടുന്ന തൃക്കരിപ്പൂരിന്റെ രാപ്പകലുകളെ ആവേശഭരിതമാക്കിയ സബ് ജൂനിയർ സെപക് താക്രോ ദേശീയ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. മണിപ്പൂരിന്റെ വെല്ലുവിളികൾക്കിടയിലും ലഘു ഇവന്റിലും ഡബിൾ ഇവന്റിലും മികച്ച കളി പുറത്തെടുത്ത കേരളത്തിന്റെ പെൺകുട്ടികൾ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. സെപക് താക്രോ എന്ന ഗെയിമിലെ 15 പേർ പങ്കെടുക്കുന്ന ഗ്ലാമർ ഇനമായ ടീം ഇവന്റിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ കരുത്തരായ മണിപ്പൂരാണ് കിരീടം ചൂടിയത്. ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഉത്തർപ്രദേശിനാണ് 2ാം സ്ഥാനം. ആതിഥേയരായ കേരളം 3ാം സ്ഥാനം നേടി. പെൺകുട്ടികളുടെ ടീം ഇവന്റിൽ കേരളത്തിനാണ് 2ാം സ്ഥാനം. മഹാരാഷ്ട്രയ്ക്കാണ് 3ാം സ്ഥാനം. പെൺകുട്ടികളുടെ ലഘു ഇവന്റിലും ഡബിൾസ് ഇവന്റിലും കേരളം ജേതാക്കളായി. ആൺകുട്ടികളുടെ ലഘു ഇവന്റിൽ മണിപ്പൂർ 1ാം സ്ഥാനം നേടിയപ്പോൾ ബീഹാർ 2ാമതും ഡൽഹിയും ഉത്തർപ്രദേശും 3ാമതുമെത്തി. ക്വാഡ് ഇവന്റിൽ മണിപ്പൂർ സ്വർണ്ണമണിഞ്ഞു. ആസാം വെള്ളി മെഡൽ നേടിയപ്പോൾ ബീഹാറും മഹാരാഷ്ട്രയും വെങ്കല മെഡൽ നേടി. ആൺകുട്ടികളുടെ ഡബിൾ ഇവന്റിൽ കേരളം സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ മഹാരാഷ്ട്ര വെള്ളി നേടി. കർണാടകയ്ക്കാണ് വെങ്കലം. പെൺകുട്ടികളുടെ ടീം ഇവന്റിൽ മണിപ്പൂരാണ് ജേതാക്കൾ. കേരള ടീം 2ാം സ്ഥാനം നേടി. മഹാരാഷ്ട്രയ്ക്കാണ് 3ാം സ്ഥാനം. രഘുവിൽ കേരളം സ്വർണം പിടിച്ചെടുത്തപ്പോൾ മണിപ്പൂർ 2ാമതായി. ആസാമും മഹാരാഷ്ട്രയും 3ാം സ്ഥാനം പങ്കിട്ടു. ക്വാഡ് ഇവന്റിൽ ആസാം ജേതാക്കളായി. മണിപ്പൂർ 2ാം സ്ഥാനം നേടി. കേരളവും മഹാരാഷ്ട്രയും 3ാം സ്ഥാനത്തെത്തി. ഡബിൾസിൽ കേരള ടീം സ്വർണം നേടിയപ്പോൾ നാഗാലാൻഡിനാണ് 2ാം സ്ഥാനം. ഗുജറാത്ത് 3ാം സ്ഥാനം സ്വന്തമാക്കി. 5 ദിവസങ്ങളിലായി നടന്നുവന്ന ചാമ്പ്യൻഷിപ്പിൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയാക്കിയ ഇവന്റുകളുടെ സമ്മാനദാനം രാജ്മോഹൻ ഉണ്ണിത്താൻ MP നിർവഹിച്ചിരുന്നു. ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ പ്രകാശനം ചെയ്തു. വ്യാഴാഴ്ച നടന്ന സമാപന സമ്മേളനത്തിൽ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷനായി. സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ സി സുനിൽകുമാർ, ജനറൽ കൺവീനർ വി പി മുസ്തഫ, ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ബാബു, സെപക് താക്രോ ഫെഡറേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി വീരഗൌഡ, സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ അംഗം കെ മധുസൂദനൻ, സെപക് താക്രോ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് വി പി യു മുഹമ്മദ്, സ്കൂൾ പ്രധാനാധ്യാപിക ഇ കെ ബൈജ, പഞ്ചായത്ത് അംഗം എം രജീഷ് ബാബു, എം വി സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോയ്ക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിലെ വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബിൽഡ് എക്സ്പോയ്ക്ക് കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിലെ വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ബിൽഡ് എക്സ്പോ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒരു പരിപാടിയായി ഇന്നു മുതൽ തുടങ്ങുകയാണ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അത്രയൊന്നും പരിചിതമല്ലാത്ത വിവിധ ഉൽപ്പന്നങ്ങൾ, വിവിധ കമ്പനികൾ, അതുപോലെ അതിനെക്കുറിച്ചൊക്കെ മാറി വരുന്ന വിവിധ കാര്യങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് 3 ദിവസങ്ങളിൽ ഈ ഒരു മേഖലയിലുള്ള കമ്പനികളുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരും ഒക്കെ ചേർന്നുകൊണ്ട് നടത്തപ്പെടുകയാണ്. ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ സജി മാത്യു അധ്യക്ഷത വഹിച്ചു. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് സി വി വിനോദ് കുമാർ എക്സ്പോ വിശദീകരണം നടത്തി. സി എസ് വിനോദ് കുമാർ, ടി ശോഭ, നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, ഗിരീഷ് കുമാർ ടി, എ സി മധുസൂദനൻ, തൽസീൻ അബ്ദുള്ള, പ്രസീജ് കുമാർ, എ സുൽഫിക്കർ, വിജയ്, സെബാസ്റ്റ്യൻ ടി ജെ, നൌഷാദ് ബി എ, എം വിജയൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ഇ പി ഉണ്ണികൃഷ്ണൻ സ്വാഗതവും കൺവീനർ പി രാജൻ നന്ദിയും പറഞ്ഞു. ഡിസംബർ 29 വരെ ബിൽഡ് എക്സ്പോ നടക്കും. നിർമ്മാണ വസ്തുക്കളുടെ 100-ലധികം സ്റ്റാളുകൾ പ്രവർത്തിക്കും. നൂതന നിർമ്മാണ രീതികളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ വിദഗ്ധർ പങ്കെടുക്കുന്ന സെമിനാറുകളും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547
977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്രാ ഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895413028. വാർത്തകൾ തുടരുന്നു. ബേക്കൽ അഗ്രോ കാർണിവലിൽ മണ്ണറിഞ്ഞ് വിളയിറക്കാം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. മുൻ MLA കെ കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കർഷകർക്ക് നല്ല വിളവ് ലഭിക്കണമെങ്കിൽ മണ്ണറിഞ്ഞ് വിളയിറക്കുന്നതോടൊപ്പം അനുകൂല കാലാവസ്ഥയും ഉണ്ടാകണമെന്ന് മുൻ MLA കെ കുഞ്ഞിരാമൻ അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പള്ളിക്കരയിൽ സംഘടിപ്പിച്ചു വരുന്ന ബേക്കൽ അഗ്രോ കാർണിവലിൽ മണ്ണറിഞ്ഞ് വിളയിറക്കാം എന്ന വിഷയത്തിലുള്ള കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാറി മാറി വരുന്ന സർക്കാരുകളും കൃഷിയെ പരിപോഷിപ്പിക്കാൻ ആവശ്യമായ പദ്ധതികൾ രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതാണ് നമ്മുടെ സംസ്കാരം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം എന്നല്ല മുദ്രാവാക്യം. എങ്കിൽ മാത്രമേ വിളയുള്ളൂ. അതുറപ്പാണ്. ഏത് മണ്ണിനെ കൊണ്ട് കൃഷി ചെയ്യാൻ വേണ്ടി കഴിയാം. അത് നമ്മുടെ ചീര വളർന്നിട്ട് 1 മാസം കൊണ്ട് നമുക്ക് പച്ചക്കറി കിട്ടുന്ന പ്രധാനപ്പെട്ട അത് ചീര. അത് നല്ല മണ്ണിലാണ്, ശുദ്ധീകരിച്ച മണ്ണാണ്. വിരൽ മണ്ണിൽ സ്ഥലത്തുനിന്ന് ചീരയാവുന്നത്. അപ്പോൾ ഏത് കൃഷി എടുക്കണമെങ്കിലും മണ്ണിനെ അറിഞ്ഞ് തിരിച്ചറിയാൻ കഴിയണം. അത് കൃഷിക്കാരനെ കഴിയും, അവരെ കഴിയും. അപ്പോൾ കൃഷിക്കാരനാകണമെങ്കിൽ ഈ രംഗത്തുനിന്ന് വളർന്നു വന്ന ആളുകൾ നമുക്ക് കാര്യങ്ങൾ അവർക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റും. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യണം എന്ന മുദ്രാവാക്യം നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നത് ഒരു നല്ല കാര്യം തന്നെ. പക്ഷെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്താൽ കൃഷി ഉണ്ടാക്കാൻ കഴിയും. എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? അതിന് ഏറ്റവും വലിയ ദോഷം പ്രകൃതിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. കാസർഗോഡ് അസിസ്റ്റന്റ് സോയിൽ കെമിസ്റ്റ് KP രേഷ്മ വിഷയാവതരണം നടത്തി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് KV ശ്രീലത, മടിക്കൈ കൃഷി ഓഫീസർ C. പ്രമോദ് കുമാർ, അജാനൂർ കൃഷി ഓഫീസർ സന്തോഷ് കുമാർ ചാലൽ എന്നിവർ സംസാരിച്ചു. പള്ളിക്കര കൃഷി ഓഫീസർ PV ജലേശൻ മോഡറേറ്ററായി. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഉദുമ, പള്ളിക്കര, അജാനൂർ, പെരിയ, മടിക്കൈ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുള്ള കർഷകർ സെമിനാറിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പള്ളിക്കര. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 1 മുതൽ 20 വരെ തീയതികളിലായി നടക്കും. ഫാം കാർണിവലിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കേന്ദ്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് കൃഷിയുടെ മേന്മ തിരിച്ചറിയാനുതകുന്ന തരത്തിൽ വിജ്ഞാനവും വിപണനവും വിനോദവും കോർത്തിണക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യത്യസ്തമായ വിളകളും കൃഷിരീതികളും അനുഭവിച്ചും ആസ്വദിച്ചും സന്ദർശകരെ ഫാമിലൂടെ നടത്തുന്ന നേച്ചർ വാക്ക് ഫാം കാർണിവലിന്റെ പ്രത്യേകതയാണ്. ഇതോടൊപ്പം ഫ്രഷ് ഫ്രം ഫാം എന്ന മേഖലയിൽ ഫാം ഉൽപ്പന്നങ്ങളും വിത്തുനടിയിൽ ഉൽപാദന ഉപാധികളുടെ വിപണനവും ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ മേളപ്പെടുപ്പോട് കൂടി ഒട്ടനവധി പരിപാടികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പരിപാടികൾ അതുപോലെ തന്നെ ഘോഷയാത്രകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമാപന സമ്മേളനം മാത്രം നടത്തിക്കൊണ്ട് ഓഫീസ് ഉദ്ഘാടനം നടത്തുകയാണ്. ഓഫീസ് ഉദ്ഘാടനത്തിന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA, ഷിബു മീനാൻ തുടങ്ങിയ പ്രമുഖ നേതാക്കന്മാരാണ് സംബന്ധിക്കുന്നത്. മറ്റ് പരിപാടികളൊക്കെ തന്നെ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് നിർത്തിവെച്ചുകൊണ്ട് പരിപാടി വെട്ടിച്ചുരുക്കിക്കൊണ്ട് വളരെ ഒരു സമാപന സമ്മേളനം ഓഫീസ് ഉദ്ഘാടന പരിപാടിയുമായി മാത്രം ഇപ്പോൾ നടത്തുകയാണ്.
അപ്പോൾ ഈ ഓഫീസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ 4.5 മാസക്കാലമായി ഞങ്ങൾ വിവിധ അനുബന്ധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിവിധ കൃഷിരീതികളിൽ പരിശീലനവും നൽകും. വിവിധ പച്ചക്കറി ഇനങ്ങൾ, മത്സ്യം, കൂൺ എന്നിവ ഫ്രഷ് ഫ്രം ഫാം മേഖലയിൽ ലഭിക്കും. ജനുവരി 1 മുതൽ പകൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറും രാത്രി ഗാനമേളകളും നാടൻ പാട്ടുകളും നൃത്ത ഇനങ്ങളും ഉൾപ്പെടുന്ന കലാപരിപാടികളും അരങ്ങേറും. ജനുവരി 1 പ്രവേശന ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ നിർവഹിക്കും. ജനുവരി 3 മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫാം കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാർഷിക സർവകലാശാല പവലിയൻ ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്ര സാങ്കേതിക വിദ്യാ ഫീൽഡ് പ്രദർശനം ഇ ചന്ദ്രശേഖരൻ MLA-യും ബയോ പാർക്ക് CH കുഞ്ഞമ്പു MLA-യും ഫ്രഷ് ഫ്രം ഫാം NA നെല്ലിക്കുന്ന് MLA-യും വിപണനമേള AK മഷ്റഫ് MLA-യും സെമിനാർ പരിശീലന പരിപാടികൾ എന്നിവ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും ഉദ്ഘാടനം ചെയ്യും. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പിലിക്കോട് കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ, ഫാം ഇൻചാർജ് PK രതീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് KC ജെയ്മോൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിൽ പുതുവത്സരം ആഘോഷിച്ച ആൾട്ടൺ ഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തകർ. അന്തേവാസികൾക്കൊപ്പം ഏറെ സമയം ചെലവഴിച്ച ശേഷം മധുരം നൽകിയാണ് പ്രവർത്തകർ മടങ്ങിയത്. കന്യപ്പാടിയിലെ ആശ്രയാശ്രമത്തിലെ അന്തേവാസികളെ ചേർത്തുപിടിച്ച് ആൾട്ടൺ ഹൈം ചാരിറ്റി ഓർഗനൈസേഷൻ പ്രവർത്തകർ ഉച്ചഭക്ഷണം കഴിച്ചും പാട്ടുകൾ പാടിയും കളി തമാശകളും പറഞ്ഞ് ഏറെ നേരം സമയം ചെലവഴിച്ചു. പുതുവത്സരത്തെ വരവേറ്റ് കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. ഉത്തരദേശം റിപ്പോർട്ടർ ഷാഫി തിരുവത്താണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ആശ്രമ നടത്തിപ്പുകാരൻ ഹരീഷ് സ്വാഗതം പറഞ്ഞു. മുജീബ് അധ്യക്ഷത വഹിച്ചു. ബെറ്റി ടീച്ചർ, സാബിറ എവറസ്റ്റ്, ആയിഷ തവക്കൽ, ആമിന ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആശ്രമത്തിലെ അമ്മമാർ പാട്ടുകൾ പാടി. കാസർഗോട്ടെ കുട്ടിപ്പുള്ളസ് ടീം അംഗങ്ങളായ ഹാദി, ഹിമ എന്നിവർ മിമിക്രിയും ഡാൻസും കഥാപ്രസംഗവും അവതരിപ്പിച്ചു. അരുൺജിത്ത് ശശിധർ ചടങ്ങിന് നന്ദി അറിയിച്ച് സംസാരിച്ചു. മീങ്ങോത്ത് ഐറിസ് ആർട്ട് യാർഡ് കുട്ടികൾക്കായി ഏകദിന കലാശില്പശാല സംഘടിപ്പിച്ചു. ക്രിസ്മസ് അവധിക്കാലത്തൊരുക്കിയ കലാശില്പശാല കുട്ടികളിൽ ആവേശമുണർത്തി. ക്രിസ്തുമസ് അവധിക്കാലത്ത് മീങ്ങൂത്ത് ഐറിസ് ആർട്ട് യാർഡ് കുട്ടികൾക്കായി സംഘടിപ്പിച്ച ഏകദിന കലാശില്പശാല ശ്രദ്ധേയമായി. സ്മിത മീങ്ങൂത്ത് നേതൃത്വം നൽകിയ കുരുത്തോലക്കളരി കുട്ടികളിൽ ആവേശമുണർത്തി. ഓലപ്പിപ്പി, തത്ത, മീൻ, പാമ്പ് തുടങ്ങിയ രൂപങ്ങൾ ഓലയിൽ രൂപം കൊള്ളുന്നത് കുട്ടികളിൽ കൗതുകം ഉളവാക്കി. നിറങ്ങളും രേഖകളും കൊണ്ട് ഗോത്രകലയുടെ ബിംബങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് പ്രസാദ് കാനത്തുങ്കാൽ കുട്ടികളെ കൂടി പങ്കാളിത്തത്തോടുകൂടി രൂപപ്പെടുത്തിയ പാനൽ ചിത്രങ്ങൾ കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. വിനോദ് അമ്പലത്തറയായിരുന്നു വർക്ക്ഷോപ്പിന്റെ ഡയറക്ടർ. ഐറിസ് ആർട്ട് സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഏകദിന വർക്ക്ഷോപ്പാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് വരുന്നുണ്ട്. അത് എക്സിബിഷനായാലും അതുപോലെ ക്യാമ്പ്, വർക്ക്ഷോപ്പ്, ഇങ്ങനെ വിവിധ രീതികളിലുള്ള പരിപാടികളാണ് നമ്മൾ സംഘടിപ്പിച്ച് വരുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു ഹാളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നടത്തുന്ന ഒരു പരിപാടി പോലെയല്ല ഞങ്ങളിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ തന്നെ വരക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ ഒരിടത്തെയാണ് നമ്മൾ ഇന്നത്തെ ഈ പരിപാടിക്ക്, ഈ ക്യാമ്പിന് വേണ്ടി തയ്യാറാക്കിയുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലത്തെ ഞങ്ങൾ ഒരു 2-3 ദിവസമായിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ഒരു സ്പേസ്, കുട്ടികൾക്ക് വർക്ക് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം 2 ദിവസമായിട്ട് നമ്മളങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്യാമ്പിൽ ഏകദേശം കാസർഗോഡ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത ഒരു 40ഓളം കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ജനനി അമ്പലത്തറയുടെ നാട്ടറിവ് പാട്ടുകളും കെ മാധവി, വിനോദ് അമ്പലത്തറ, പ്രസാദ് കാനത്തുങ്കാൽ, രാജേന്ദ്രൻ മീങ്ങൂത്ത് എന്നിവർ കുട്ടികളുമായി പങ്കുവച്ച വരയനുഭവം എന്നീ പരിപാടികളും നാട്ടുകാരുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പ്രദേശത്തെ നിരവധി കുട്ടികളാണ് ഏകദിന കലാശില്പശാലയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ സമാപനമായി.
അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മധുരയ്ക്കും ഓർമ്മകളും 7 ദിവസത്തെ ക്യാമ്പ് അനുഭവങ്ങളുമായി ഇവർ ഇവിടെ നിന്നും മടങ്ങി. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പാണ് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നത്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ ഉമർ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമസഭയുടെ ഞാൻ പോയിട്ടില്ല, കൃഷ്ണമാഷ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ NSS ക്യാമ്പ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തത് ഒത്തൊരുമ എന്നുള്ള കാര്യമാണ്. വിവിധ വീടുകളിൽ നിന്ന് വന്ന കുട്ടികൾ ഒരേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് 7 ദിവസം ഒന്നിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുക, പഠിക്കുക, ഒന്നിച്ചിരിക്കുക, പലരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക, വേറെ സ്ഥലത്ത് പോയിട്ട് ആ പ്രദേശത്ത് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ NSS ക്യാമ്പ് വഴി നടത്തുന്നത്. മറ്റൊന്ന് ലഹരിയായിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ പോലെ ലഹരി ഏറ്റവും കൂടുതൽ ലഹരി ബാധിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, നിങ്ങളെ ആ ഒരു പക്വത ഇല്ലാത്ത പ്രായത്തിലുള്ള കുട്ടികൾക്ക് തന്നെയാണ്. പക്വത നിങ്ങൾക്ക് ആയിട്ടില്ല. കാരണം 16-17 വയസ്സെന്ന് പറയുന്നത് പക്വതയുടെ ഒരു പ്രായമല്ല. നിങ്ങൾക്കൊരു പക്വത വേണമെങ്കിൽ 20 വയസ്സെങ്കിലും ആവണം. പെരിയ സ്കൂൾ PTA പ്രസിഡന്റ് സത്യൻ മഠത്തിൽ അധ്യക്ഷനായി. വേലാശ്വരം സ്കൂൾ പ്രധാനാധ്യാപകൻ വിഷ്ണു നമ്പൂതിരി, PTA പ്രസിഡന്റ് വിനോദ് കുമാർ P, പെരിയ സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് ഗോപാലൻ ചാലിങ്കാൽ, വേലാശ്വരം സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് KV സുനിൽകുമാർ, യോഗാധ്യാപിക P ശ്യാമള എന്നിവർ സംസാരിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ K സതീശൻ മാസ്റ്റർ സ്വാഗതവും വളണ്ടിയർ ലീഡർ അഭിജിത്ത് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ യോഗാധ്യാപിക P ശ്യാമള, വേലാശ്വരം സ്കൂൾ PTA പ്രസിഡന്റ് വിനോദ് കുമാർ P എന്നിവരെ ആദരിച്ചു. സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ മാതൃകാ പരിപാടികളാണ് NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ നടന്നത്. പൂന്തോട്ട നിർമ്മാണം, സുകൃത കേരളത്തിന്റെ ഭാഗമായി അംഗൻവാടി ശുചീകരണ പ്രവർത്തനം എന്നിവ നടന്നു. മൂല്യനിർമ്മാണം സൃഷ്ടിപരതയിലൂടെ പാഴ്വസ്തുക്കളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും നടന്നു. സ്നേഹസന്ദർശനത്തിന്റെ ഭാഗമായി വയോജന വീടുകൾ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. കൂട്ടുകൂടി നാടുകാണാം പരിപാടിയുടെ ഭാഗമായി ലഹരിക്കെതിരെ ബോധവൽക്കരണം നടത്തി NSS വളണ്ടിയർമാർ നാടിന് മാതൃകയായി. ഹരിതസമൃദ്ധി പദ്ധതിയിലൂടെ അടുക്കളത്തോട്ടത്തിലേക്കുള്ള പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. NSS വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ പൂന്തോട്ടം ഏറെ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and dignity.
വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. നിങ്ങൾക്കും പോയിക്കൂടെ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിൽ? എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക തികവുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ: ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. വിനോദിനി നാലപ്പാടം അവാർഡ് അഡ്വക്കേറ്റ് പി സതി ദേവിക്ക് സമർപ്പിക്കും. ജനുവരിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പുരസ്കാരം സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. CPIM പ്രവർത്തകയും പുരോഗമന കലാസാഹിത്യ സംഘം മഹിളാ അസോസിയേഷൻ KSKTU നേതാവും സാഹിത്യ സാംസ്കാരിക പത്രപ്രവർത്തകയുമായിരുന്ന വിനോദിനി നാലപ്പാടത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയിട്ടുള്ള 10ാമത് പുരസ്കാരം മുൻ MP-യും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ അഡ്വക്കേറ്റ് പി സതി ദേവിക്ക് സമർപ്പിക്കും. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ഇ പത്മാവതി, ഡോക്ടർ സി ബാലൻ, എം വി രാഘവൻ, ടി കെ നാരായണൻ, എൻ ഗംഗാധരൻ, കെ മോഹനൻ, സുരേഷ് കുമാർ നീലേശ്വരം എന്നിവരടങ്ങിയ അവാർഡ് നിർണയ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. തുളനാട് മാസികയും CPIM നാലപ്പാടം ബ്രാഞ്ചും സംയുക്തമായി ജനുവരി മാസം നടത്തുന്ന വിനോദിനി നാലപ്പാടം അനുസ്മരണത്തിൽ പുരസ്കാര സമർപ്പണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ഇ പത്മാവതി, ഡോക്ടർ സി ബാലൻ, എം വി രാഘവൻ, കെ മോഹനൻ, കുമാരൻ നാലപ്പാടം, സുരേഷ് കുമാർ നീലേശ്വരം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളോത്സവത്തിന്റെ ഭാഗമായി അമ്പങ്ങാട് വെച്ച വടംവലി മത്സരം സംഘടിപ്പിച്ചു. പുരുഷ വനിതാ വിഭാഗത്തിൽ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ജേതാക്കളായി. കേരളോത്സവത്തിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും അമ്പങ്ങാട്ട് സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ പുരുഷ വനിതാ വിഭാഗത്തിൽ കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് ജേതാക്കളായി. പുരുഷ വിഭാഗത്തിൽ കാഞ്ഞങ്ങാട് ബ്ലോക്കും വനിതാ വിഭാഗത്തിൽ നീലേശ്വരം ബ്ലോക്കും 2ാം സ്ഥാനങ്ങൾ നേടി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. യുവജനക്ഷേമ ബോർഡ് കോർഡിനേറ്റർ AV ശിവപ്രസാദ് അധ്യക്ഷനായി. സംഘാടക സമിതി ചെയർമാൻ M ഗിരീഷ് സ്വാഗതം പറഞ്ഞു. പള്ളിക്കര പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ, C കൃഷ്ണൻ, K പ്രജീഷ്, നാരായണൻ കുന്നൂച്ചി, ജില്ലാ പഞ്ചായത്ത് സൂപ്രണ്ട് E മനോജ് കുമാർ, സീനിയർ ക്ലർക്ക് V ഗോപിനാഥൻ, H രോഹിണി എന്നിവർ സംസാരിച്ചു. ജില്ലാ വടംവലി അസോസിയേഷൻ ഭാരവാഹികളായ മനോജ് അമ്പലത്തറ, ബാബു കോട്ടപ്പാറ, രാജീവൻ ഏഴാമയിൽ എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു. നിട്ടടുക്കം കൊഴക്കുണ്ട അയ്യപ്പ ഭജന മഠം പുനഃപ്രതിഷ്ഠ മണ്ഡലപൂജ മഹോത്സവം നടന്നു. 2 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. പ്രസിദ്ധമായ നിട്ടടുക്കം കൊഴക്കുണ്ട് അയ്യപ്പ ഭജന മഠം പുനഃപ്രതിഷ്ഠ മണ്ഡലപൂജ മഹോത്സവത്തിന് സമാപനമായി.
2 ദിവസങ്ങളിലായാണ് മഹോത്സവം നടന്നത്. ആദ്യ ദിനത്തിൽ ദീപാരാധന, ആവാഹന ഹോമം, കുറ്റിപ്പൂജ എന്നിവ നടന്നു. സമാപന ദിവസം രാവിലെ ദീപാരാധന നടത്തിയ ശേഷം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. തുടർന്ന് അയ്യപ്പ ഭജനമഠം ഗുരുസ്വാമി പ്രമോദിന്റെ നേതൃത്വത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു. മക്കരംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭജന സമിതി, കൊഴക്കുണ്ട അയ്യപ്പ ഭജനമഠം എന്നിവർ ഭജന അവതരിപ്പിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമാകുവാൻ എത്തിച്ചേർന്ന ഭക്തർക്ക് അന്നപ്രസാദവും നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒറാക്കിൾ ലിഫ്റ്റ്സ് ആൻഡ് എക്സ്കലേറ്ററിന്റെ പുതിയ ശാഖ കാഞ്ഞങ്ങാട് പ്രവർത്തനം ആരംഭിച്ചു. മൻസൂർ ആശുപത്രിക്ക് സമീപം വടക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനിയായ ഒറാക്കിൾ ലിഫ്റ്റ്സ് ആൻഡ് എസ്കലേറ്റേഴ്സിന്റെ പുതിയ ശാഖ കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ 2ാമത്തെ ശാഖയാണിത്. ആദ്യ ശാഖ കോഴിക്കോടാണ് പ്രവർത്തിക്കുന്നത്. UAEയിലും ബാംഗ്ലൂരിലും ശാഖകൾ നിലവിലുണ്ട്. സ്റ്റേറ്റ് GST ഇന്റലിജൻസ് ഓഫീസർ PV രത്നാകരൻ കാഞ്ഞങ്ങാട് ശാഖ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് CK ആസിഫ്, മൻസൂർ ഹോസ്പിറ്റൽ ചെയർമാൻ C കുഞ്ഞഹമ്മദ് പാലക്കി, ഡയറക്ടർ C ഖാലിദ് പാലക്കി, ഗ്രാൻഡ് വ്യൂ റെസിഡൻസി മാനേജിംഗ് പാർട്ണർ ബഷീർ കലായി, അർച്ചന സുനീഷ്, തെരുവത്ത് മൂസ ഹാജി തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ഉപഭോക്താക്കൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ഉൽപ്പന്നങ്ങളും വേഗമേറിയ സാങ്കേതിക സേവനങ്ങളും പ്രാദേശികമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയത്. മൻസൂർ ആശുപത്രിക്ക് സമീപം വടക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഉപ്പളയിൽ ATMൽ നിറയ്ക്കാൻ കൊണ്ടുവന്ന 1/2 കോടി രൂപ കവർച്ച ചെയ്ത കേസ് സംഘത്തലവൻ പിടിയിൽ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ വിധി ശനിയാഴ്ച. കൊച്ചി CBI പ്രത്യേക കോടതിയാണ് വിധി പറയുക. ജില്ലയിൽ മണൽ മാഫിയയുമായി ബന്ധം 7 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ. ബേക്കൽ മേൽപ്പറമ്പ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെയാണ് ഡിവൈഎസ്പിയുടെ റിപ്പോർട്ട്. സബ് ജൂനിയർ സെപക് തക്രോ ദേശീയ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. രഘു ഇവന്റിലും ഡബിൾ ഇവന്റിലും കേരളത്തിന്റെ പെൺകുട്ടികൾ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ലെൻസ്ഫെഡ് ബിൽഡ് എക്സ്പോയ്ക്ക് തുടക്കമായി. കാഞ്ഞങ്ങാട് കോവൽപ്പള്ളിയിൽ വൈറ്റ് ഹൌസ് ഗ്രൗണ്ടിലാണ് എക്സ്പോ. ബേക്കൽ അഗ്രോ കാർണിവൽ മണ്ണറിഞ്ഞ് വിളയിറക്കാം എന്ന വിഷയത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചു. പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 1 മുതൽ 20 വരെ തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. മീങ്ങോത്ത് ഐറിസ് ആർട്ട് യാർഡ് കുട്ടികൾക്കായി ഏകദിന കലാശില്പശാല സംഘടിപ്പിച്ചു. കലാശില്പശാല കുട്ടികളിൽ ആവേശമുണർത്തി. പെരിയ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാരുടെ സപ്തദിന സഹവാസ ക്യാമ്പിന് വേലാശ്വരം ഗവൺമെന്റ് UP സ്കൂളിൽ സമാപനമായി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.